ശ്രീ രഞ്ജിത്ത്, കണ്ണൂർ സെൻട്രൽ ജയിൽ CPMകാരുടെ സെക്കൻഡ് ഹോമാണ്. പാർട്ടിയുടെ സെൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട കുപ്രസിദ്ധ ക്രിമിനലുകളായ CPMകാർ അവിടെ കിടക്കുന്നുണ്ട്. തടവറ അവർക്ക് സ്വർഗമാണ്. മദ്യവും ലഹരിയുമെല്ലാം അവർക്ക് സുലഭമായി കിട്ടും. ആവശ്യത്തിന് പരോൾ. CPM തടവുകാർ അർമാദിക്കുന്ന ജയിലിൽ നിന്നാണ് ഒരു കൊടും കുറ്റവാളി കൂളായി ഇറങ്ങിപ്പോയത്. ഡ്യൂട്ടിയിലുള്ള പാറാവുകാർ അറിയാതെ തടവറ ഭേദിച്ച് ഒരംഗപരിമിതന് ഇറങ്ങിപ്പോകാമെന്നിരിക്കെ അത്യാവശ്യത്തിന് ആരോഗ്യമുള്ള ഏത് കുറ്റവാളിക്കും ജയിൽ ചാടാമല്ലോ. ജയിൽ ചാട്ടത്തിന് അത്രമാത്രം അനുയോജ്യമായ ഒരു സാഹചര്യമല്ലേ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ളത്? ഒന്ന്, കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് CPM ക്രിമിനലുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജയിൽ റിസോർട്ട് എന്നാണ് അവർ പറയാറ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM തടവുകാർക്ക് കിട്ടാത്ത ഒന്നും തന്നെ ഇല്ല. മദ്യം കിട്ടാറുണ്ട്, അതുപോലെ തന്നെ കഞ്ചാവ് കിട്ടാറുണ്ട്, അതുപോലെ തന്നെ ലഹരി മരുന്നുകൾ കിട്ടാറുണ്ട്. അങ്ങനെ എല്ലാം സുലഭമായി കിട്ടുന്ന ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. CPMൻ്റെ ഏറ്റവും വലിയ കൊടും ക്രിമിനലുകളായ ആളുകളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ജയിലുകളിലാണ്. ഇവിടെ നിന്നാണ് ഈ ചാർലി തോമസ് എന്ന് പറയുന്ന ഗോവിന്ദചാമി ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ജയിൽ ചാടിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂർ സെൻട്രൽ ജയിൽ 10ാം ബ്ലോക്ക് എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള ഒരു ബ്ലോക്കാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ തടവുകാരെയൊക്കെ തന്നെ പാർപ്പിക്കുന്ന സ്ഥലമല്ല ഈ 10ാം ബ്ലോക്ക്. ആ 10ാം ബ്ലോക്കിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, അതുപോലെ തന്നെ വളരെ ഗുരുതരമായ സൈക്കോ ആയ ആളുകളെ താമസിപ്പിക്കുന്ന, അത്രയും ഗുരുതരമായ ആളുകളെ താമസിപ്പിക്കുന്ന ഒരു ബ്ലോക്കാണ് ഈ 10ാം ബ്ലോക്ക്. ആ ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഇടത് കൈ ഇല്ലാത്ത, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇടത് കൈ ഇല്ലാത്ത ഒരാളാണ് ഗോവിന്ദചാമി. ഈ ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന് ജയിൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വലിയൊരു ദുരൂഹത ബാക്കി കിടക്കുകയാണ്. പോലീസിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏജൻസികളുടെ വളരെ ഗൗരവമായ അന്വേഷണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടത്തേണ്ടിയിരിക്കുകയാണ്. കാരണം ഗോവിന്ദചാമി പറയുന്ന ഈ ചാർലി തോമസ് ജയിൽ ചാടിയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ജയിലധികൃതർ പറഞ്ഞിരിക്കുന്ന വിശദീകരണം. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? അതായത് ഗോവിന്ദചാമി മാസങ്ങളോളം ഈ ഒരു രണ്ട് കമ്പി മുറിച്ചുകൊണ്ട് പുറത്ത് കടന്നു എന്നാണ് പറയുന്നത്. ആ കമ്പി മുറിക്കുന്നതിന് വേണ്ടി ഉപ്പ് ഇട്ടു, കമ്പി ദ്രവിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഉപ്പിട്ടിട്ട് അതിന് ശേഷം ആ കമ്പി മുറിച്ചു പുറത്ത് കിടന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും എങ്ങനെയാണ് ഈ പറയുന്ന ഗോവിന്ദചാമിക്ക് പുറത്ത് ഇറങ്ങാൻ സാധിച്ചിരിക്കുന്നത്? മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഇറങ്ങാൻ സാധിക്കില്ല. നമ്മുടെ സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിലിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം 10 മീറ്ററോളം ഉയരത്തിലുള്ള ഹൈറ്റാണ്. ഈ ഹൈറ്റ് ചാടിക്കടന്ന് അദ്ദേഹം ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ക്രിമിനൽ താഴെ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഇതിൽ ഒരുപാട് ദുരൂഹതകൾ അടക്കിയാണ്. ഇന്ന് ജയിലധികൃതർ പുറത്തു വിട്ടിരിക്കുന്ന ചിത്രം എന്താ? ഈ പറയുന്ന ചാർലി തോമസിൻ്റെ ചിത്രം പുറത്തു വിട്ടിരിക്കുന്നത് പഴയൊരു ചിത്രമാണ്. നിലവിൽ ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ചിത്രം നമ്മളെല്ലാവരും ഇന്ന് കണ്ടു. താടി വെച്ചിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, ശരീരമൊക്കെ ഉണങ്ങി ഒരു വളരെ മെലിഞ്ഞ ഒരു ശരീരപ്രകൃതക്കാരനായിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. പക്ഷേ ജയിലധികൃതർ ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ചിത്രം, ആ ചിത്രം പഴയ ചിത്രമാണ്. അതായത് ഒരു കാരണവശാലും ഗോവിന്ദചാമി ജയിൽ ചാടി കഴിഞ്ഞാലും തിരിച്ചറിയാൻ പാടില്ല എന്നായിരിക്കാം ജയിലധികൃതർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അങ്ങനെ തിരിച്ചറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ലൈവായുള്ള ഒരു ചിത്രമാണ് പുറത്തു വിടേണ്ടതിരുന്നത്. പക്ഷെ അത് പുറത്തു വിട്ടത് പഴയ ചിത്രമാണ്. ഇന്നിപ്പോൾ ഈ ഗോവിന്ദചാമിയെ, ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പിടിക്കപ്പെട്ടു, മണിക്കൂറുകൾ കൊണ്ട് പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ഈ LDFൻ്റെ സർക്കാരിൻ്റെ കുഴലൂത്തുകാരൊക്കെ തന്നെ വലിയ സന്തോഷത്തിൽ പറയും പിടിക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, പോലീസിൻ്റെ ക്രെഡിറ്റ് ആണോ പിടിക്കപ്പെട്ടതിൽ? ഈ ഗോവിന്ദചാമിയെ പിടിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുമാണ്.
മാധ്യമങ്ങൾ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ള വാർത്ത അതാത് ആ സമയം തന്നെ പുറത്തുവിടുകയും ജനങ്ങൾ ആ സമയത്തോട് ജനങ്ങൾ ബോധവന്മാരായി. തളാപ്പ് ഏരിയയിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ പിടിക്കപ്പെടുന്നത്. ആ ഗോവിന്ദച്ചാമി ഇങ്ങനെ ജയിൽ ചാടി എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത്, TV ചാനലിലൂടെ വന്ന സമയത്ത് നമ്മൾ അമ്മമാരടക്കമുള്ള സഹോദരിമാരടക്കമുള്ള ആളുകൾ ഈ ഗോവിന്ദച്ചാമിയെ കണ്ട് ബഹളം വെച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അവർ ഈ ഗോവിന്ദച്ചാമി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു ഈ പറയുന്ന ഈ ഭീകരൻ സത്യത്തിൽ ഈ 30 മീറ്റർ മാത്രമേ ഉള്ളൂ റെയിൽവേ, ഈ നമ്മുടെ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് 30 മീറ്റർ മാത്രമേ ഉള്ളൂ നാഷണൽ ഹൈവേക്ക്. ഈ നാഷണൽ ഹൈവേയിൽ ഓടുന്ന ഏതെങ്കിലും ഒരു ലോറിക്ക് കൈനീട്ടി ഗോവിന്ദച്ചാമി ആ ലോറിയിൽ അവൻ്റെ കയറാൻ സാധിക്കുകയാണെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ കേരള പോലീസിന് സാധിക്കുമായിരുന്നില്ല. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഈ ജനങ്ങളുടെ ഭാഗ്യം, ഈ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരുടെ സുരക്ഷയെ ബാധിക്കുന്നൊരു വലിയൊരു പ്രശ്നമാണ് ഈ ഗോവിന്ദച്ചാമി. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഈ ഗോവിന്ദച്ചാമി പിടിക്കപ്പെട്ടത്. നിങ്ങൾ നോക്കുന്നത് 1 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ബസ് സ്റ്റാൻഡായി, 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനായി. സത്യത്തിൽ ഈ കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്കോ അല്ലെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. പക്ഷേ ജനങ്ങൾ, നാട്ടുകാർ വളരെ അലർട്ടാവുകയും ചെയ്തു. മാത്രമല്ല എല്ലാ ആളുകളും സൂക്ഷ്മമായി, അറിയാത്ത ആളുകളെ, മുഖപരിചയമില്ലാത്ത ആളുകളെ, ഈ അംഗവൈകല്യം എന്ന് പറയുന്ന ആളുകളെ അതൊക്കെ പരിശോധിക്കാൻ ജനങ്ങൾ തയ്യാറായി. ഇന്ന് രാവിലെ ഒരു CCTV ചിത്രം നമ്മൾ കണ്ടതാ. ഗോവിന്ദച്ചാമി 2 ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഇട്ടിട്ടാണ് അവർ പുറത്ത് ചാടിയിരിക്കുന്നത്. അതൊരു ചോദ്യമാണ്. ഈ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഗോവിന്ദച്ചാമിക്ക് എവിടുന്ന് കിട്ടി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അന്വേഷിക്കേണ്ട ഒരു ചോദ്യമാണ്. രണ്ടാമത് പിന്നീട് പറഞ്ഞത് ഒരു വെള്ള ഷർട്ടിൽ കള്ളിയുള്ളൊരു ഷർട്ടിലാണ് അത് ഇട്ടത്. അതായത് തലയിൽ ഒരു കെട്ടിട്ടിട്ട് ഒരു കെട്ടിൻ്റെ മുകളിൽ ഈ കൈ ഇങ്ങനെ കുത്തി കയറ്റിയിട്ടാണ് ഗോവിന്ദച്ചാമി പോകുന്നത്. കാരണം കൈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആണല്ലോ, അത് കണ്ടുപിടിക്കരുതെന്നുള്ളത് കൊണ്ട്. അപ്പം ഇതിനൊക്കെ ഉത്തരവാദി ജയിൽ അധികൃതരാണ്, ജയിൽ വകുപ്പാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. ഒരുപാട് സിസ്റ്റങ്ങൾ തകരാറായിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ. ഒരു ഇലക്ട്രോണിക്സ് ഉപകരണത്തിന് സിസ്റ്റങ്ങൾ തകരാറെന്ന് അവർ ആദ്യം ഒരു തകരാറായത് ഏതാ സിസ്റ്റം? വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റം തകരാറായി. അതിനുശേഷം ആരോഗ്യ വകുപ്പ് എന്നൊരു സിസ്റ്റം തകരാറായി. ഇപ്പോൾ ഇതാ മൂന്നാമതായി തകരാറായിരിക്കുന്നത് ജയിൽ വകുപ്പ് എന്ന് പറയുന്ന ആ ജയിൽ എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ CPM ഇല്ലാതാക്കിയിരിക്കുകയാണ്. CPM ആണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി. കാരണം എന്തുകൊണ്ട് പറഞ്ഞാൽ ഈ ജയിൽ എന്ന് പറയുന്നത് CPMൻ്റെ ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമാണ്. നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസിലെ പ്രതികളടക്കമുള്ള കൊടിസുനി അടക്കമുള്ള ആളുകളെ പാർപ്പിച്ച ഒരു കേന്ദ്രമാണ് ഈ ജയിൽ. ഇവിടെ 2 പ്രധാനപ്പെട്ട 3 പേര് ജയിൽ ഉപദേശക സമിതി അംഗങ്ങളായിട്ട്. ആരാ ഉപദേശക സമിതി? ഒന്ന് P ജയരാജൻ. നോക്കൂ നിങ്ങൾ, P ജയരാജൻ്റെ പേരിൽ അരീഷ് ഷുക്കൂറിൻ്റെ കൊലപാതക കേസിൽ P ജയരാജൻ പ്രതിയാണ്. അതുപോലെ തന്നെ തലശ്ശേരിയിൽ RSS പ്രവർത്തകൻ മനോജിൻ്റെ കേസിൽ P ജയരാജനെ അദ്ദേഹത്തിൻ്റെ പേരവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരുപാട് കൊലപാതകത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകളുണ്ട് എന്നുള്ള രീതിയിൽ പ്രചരണം വന്നിട്ടുണ്ടായിരുന്നു, ചർച്ച ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരാളെയാണ് ജയിൽ ഉപദേശക സമിതി അംഗമായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ജയിൽ ഉപദേശക സമിതി അംഗമായി ചേരിക്കുന്നത് ഇത്തരത്തിലുള്ള കേസുകളിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ജയിൽ ഉപദേശക സമിതിയിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൃക്കരിപ്പൂർ MLA രാജഗോപാലുണ്ട്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സരൾ ടീച്ചറുണ്ട്. ഇവരൊക്കെയാണ് ജയിൽ ഉപദേശക സമിതി അംഗങ്ങൾ. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പലപ്പോഴും പല പരിശോധനയിൽ മയക്കുമരുന്ന്, അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ, യഥേഷ്ടം ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ജയിലിൽ കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ ജയിൽ ഉപദേശക സമിതി അംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജയരാജൻ എന്തിനാണ് ആഴ്ചയിൽ ഒരു ദിവസം ജയിലിലേക്ക് പോകുന്നത്? എന്താ ആഴ്ചയിൽ ജയിൽ ഉപദേശക സമിതി യോഗം ചേരുന്നുണ്ടോ? ഒരു ഉപദേശക സമിതിയും അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് എന്താ? എല്ലാ ദിവസവും നിങ്ങളവിടെ പോയിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അഡ്വൈസറി ബോർഡിൻ്റെ യോഗം ചേരുന്ന സമയത്ത്, ഉപദേശക സമിതിയുടെ യോഗം ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാം, യോഗത്തിൽ പങ്കെടുക്കാൻ, തിരിച്ചു വരാം. പക്ഷേ നമ്മുടെ P ജയരാജനും ആളുകളും അധിക തവണയും ജയിൽ സന്ദർശിക്കുന്നു. എന്തിനാ? അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ ഉപദേശക സമിതി അംഗം എന്ന് പറയുന്നത് ആ ജയിലിലെ എല്ലാ കുറ്റവാളികളുടെയും ശിക്ഷിക്കപ്പെട്ട അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം തന്നെ കാര്യങ്ങൾ പരിശോധിക്കേണ്ട ആളുകളാണ് ജയിൽ ഉപദേശക സമിതി. അതിൽ ജില്ലാ കളക്ടറുണ്ട്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നതാണ് ജയിൽ ഉപദേശക സമിതി. പക്ഷേ P ജയരാജൻ ഇടയ്ക്കിടയിൽ പോകുന്നു. എന്തിനു വേണ്ടിയാ?
സി പി എമ്മിൻ്റെ ക്രിമിനലുകളായ ശിക്ഷ വിധിച്ച് കിടക്കുന്ന ആളുകളെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ജയരാജൻ ഇവിടെ പോകുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനാണ്, ജയിൽ വകുപ്പിനാണ്, ആഭ്യന്തര വകുപ്പിനാണ്. ആ പരാജയം, അതിൻ്റെ ആ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയാണ് മറ്റു രീതിയിലുള്ള എല്ലാം തന്നെ പ്രചരണങ്ങൾ CPM-ഉം ഭരണാധികാരികളെല്ലാം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.